ഇവിടെ സൂര്യേട്ട എത്തിയിട്ടാ. അപ്പൊ ഇന്നെങ്ങനെയാ തുടങ്ങല്ലേ? രാവിലെ തന്നെ ഈ ഇളം വെയിൽ ഇങ്ങനെ കൊള്ളാൻ എന്തൊരു രസാലേ. ഇതിങ്ങനെ ആസ്വദിച്ചവർക്കറിയാം ഇതിന്റെ ഒരു സുഖം. നേർത്തൊരു ചൂടുള്ള ഈ വെയില് മുഖത്തും ദേഹത്തൊക്കെ രാവിലെ തന്നെ കൊള്ളുമ്പോ ഒരു പ്രത്യേക രസാണ്. പ്രഹസനൊന്നുമില്ലാട്ടാ, ഇത് സ്ഥിര. ഞങ്ങളുടെ ചേച്ചിയാണ് ലൈഫിനെ കുറച്ചുകൂടി റൊമാൻറ്റിസൈസ് ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ച ആള്. ചെറുതിലെ ഇഷ്ടത്തിൽ രാവിലെ പഠിക്കാതിരിക്കുമ്പോ ദാ ഇതുപോലെ വെയില് വരും. അതിങ്ങനെ ആസ്വദിച്ചിരിക്കണ കാണാം. ബാക്കി സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങള് അത് പിന്തുടർന്നു തുടങ്ങി. അതായത് ഒരു കപ്പ് ചായയായിട്ട് രാവിലെയും വൈകിട്ടും പുള്ളിക്കാരി 6ലും 7ലും പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിയുടെ ഒരു ഇറക്കമുണ്ട് പ്രകൃതി ആസ്വാദനത്തിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഞങ്ങൾ അനുയായികളും ആ പരിപാടി തുടങ്ങി. പറമ്പിൽ ശുദ്ധവായു ശ്വസിച്ചിട്ട് വരാമെന്നും പറഞ്ഞാണ് ഇഷ്ടത്തിൽ പോവാ. 3 പേർക്കും സ്വന്തമായിട്ട് ഓരോ ചായക്കപ്പുകളുണ്ട്. അതൊക്കെ പിടിച്ച് വലിയ ഗമയിൽ ഇങ്ങനെ പോവും. ചേച്ചി മിക്കതും കുയിലുകളോട് മത്സരിക്കുന്ന കാണാം. പറമ്പിൽ അവരുടെ 2 കൂട്ടരുടെയും ഒരു പാട്ട് മത്സരം തന്നെയുണ്ട്. ഇവിടെ ചാമ്പയ്ക്കൊക്കെ നന്നായിട്ട് മൂത്ത് പഴുത്തൂട്ടാ. ചേച്ചിയുടെ കൊച്ചുങ്ങൾക്കുള്ളതാ. അവര് നാട്ടിലില്ലല്ലോ. അപ്പൊ അയർലൻഡിലോട്ട് അച്ചാറായും അല്ലാതെയൊക്കെ പോവാനുള്ള ഐറ്റംസ് ആണ് ഈ തൂങ്ങിക്കിടന്ന ആടണ. ഇവരുടെ ഒക്കെ ഒരു ഭാഗ്യേ. കുപ്പിയിലാണെങ്കിലും അക്കരെത്താലോ.